മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്ത് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി പരിശോധന ഉടനില്ല. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ പാർട്ടി പരിശോധിക്കും. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കെതിരെ പി.വി. അൻവറിന്റെ പരാതിയിൽ ആരോപണം ഇല്ല എന്നാണ് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. ആദ്യം എം.വി. ഗോവിന്ദന്റെ വാക്കുകളിലേക്ക്. ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത്. ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും. പി.വി. അൻവർ ആരോപണം ഉന്നയിക്കേണ്ടത് ഈ രീതിയിലായിരുന്നില്ല എന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വെളിപ്പെടുത്തൽ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ബി. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ പി. ശശിക്കെതിരെ ഒരു പരാതി പാർട്ടിക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല, അൻവറിന്റെ പരാതിയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് വിശദീകരിക്കുന്നു സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി. അതുപോലെ അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയാണ്. അതിന് നിലവിൽ അന്വേഷണത്തിന് ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഈ ഘട്ടത്തിൽ അത് അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെയാണെങ്കിൽ ഈ പി.വി. അൻവർ പരാതി ഉന്നയിച്ച വേദി പോലും ശരിയായില്ല എന്നുള്ള വിമർശനവും അദ്ദേഹം ഉയർത്തുന്നു. സി.പി.ഐ.എം പി. ശശിക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ബി. ദിലീപ് കുമാർ. ശ്രീജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയനും സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും നേരിട്ടെത്തിയാണ് പി.വി. അൻവർ എം.എൽ.എ പരാതി നൽകിയിരുന്നത്. പക്ഷേ ഈ പരാതിയിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ യോഗം സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടത്തിയതൊഴിച്ചാൽ വിശദമായ പരിശോധന വേണ്ട, പാർട്ടി പരിശോധന ഇതിനാവശ്യമില്ല എന്നാണ് ഇപ്പോൾ സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടതുമാണ്. ഈ അന്വേഷണം തന്നെ ധാരാളം എന്ന നിലയിലേക്കാണ് സി.പി.ഐ.എം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കെതിരെ യാതൊരു പരാതിയും പി.വി. അൻവർ ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ADGP M.R. അജിത് കുമാറിനെതിരെ നടക്കുന്ന M.V. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മാത്രമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയമായുള്ള പി. ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ, പി.വി. അൻവർ ഉന്നയിച്ച പരാതികളിൽ ഇതൊന്നും തന്നെ പരിശോധിക്കേണ്ടതില്ല. അത് പി. ശശിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാതിയും പുറത്തു പറഞ്ഞതല്ലാതെ അദ്ദേഹം പരാതി എഴുതി നൽകിയിട്ടില്ല. അങ്ങനെ എഴുതി നൽകാത്ത ഒരു പരാതിയെക്കുറിച്ച് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. അതായത് പി.വി. അൻവറിൻ്റെ ആരോപണങ്ങൾ നിലവിൽ ഏതാണ്ട് തള്ളിക്കളയുന്ന തീരുമാനമാണ് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തണമെങ്കിൽ അത് പിന്നീട് ഈ DGP തലത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ആകാം എന്ന തീരുമാനത്തിലേക്ക് സി.പി.ഐ.എം കടന്നിരിക്കുന്നു. അതായത് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരുപക്ഷെ ഈ DGPയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയത്തിൽ തന്നെ ADGP M.R. അജിത് കുമാറിനും സുജിത് ദാസിനുമൊക്കെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് അവർക്ക് പരിശോധിക്കാനാവുക. അതിൽ പി. ശശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധന നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പി. ശശിയെ കൈവിടേണ്ടതില്ല എന്ന നിലപാടിലേക്കും സി.പി.ഐ.എം എത്തിയിരിക്കുകയാണ്. പി.വി. അൻവറിൻ്റെ ആരോപണങ്ങൾ നിലവിൽ തള്ളിക്കളഞ്ഞ രീതിയിലാണ് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. റീജിത്ത്. ദിലീപ് കുമാർ, ആഭ്യന്തര വകുപ്പിനെതിരെ പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളാണ്, പരാതികളാണ്. അതിൽ സുജിത് ദാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എം.വി. ഗോവിന്ദൻ വിശദീകരിക്കുന്നു. ADGPയുടെ കാര്യത്തിലാണെങ്കിൽ നിലവിൽ അത് ആ സംവിധാനം തന്നെ അന്വേഷിക്കട്ടെ, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം പാർട്ടി പ്രതികരിക്കേണ്ടതോ ഇടപെടേണ്ടതോ ആയ സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ അവിടെ പ്രതികരിക്കാമെന്ന് പറയുന്നു. പി. ശശിയുടെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്വത്തിൽ പി. ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ മാറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നു. ഇങ്ങനെ ഈ മൂന്ന് കാര്യത്തിലും പാർട്ടി സമീപനത്തെ എങ്ങനെയാണ് കാണേണ്ടത് ദിലീപ് കുമാർ? റിജിത്ത്, നിലവിൽ അന്വേഷണം നടക്കുന്നത് ADGP M.R. അജിത് കുമാറിനും അതോടൊപ്പം തന്നെ സുജിത് ദാസിനുമെതിരെയാണ്.
അതായത് രാഷ്ട്രീയമായ അന്വേഷണത്തിലേക്ക് ഇത് കടന്നിട്ടില്ല. രാഷ്ട്രീയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPIM നിയോഗിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും DGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ അന്വേഷണത്തിൽ തന്നെ ഇന്നലെ തന്നെ 2 IPS ഉദ്യോഗസ്ഥർ അവരെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം DGP വിളിച്ച യോഗത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നതാണ്. അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാറും അതോടൊപ്പം തന്നെ മധ്യമേഖല DIG തോംസൺ ജോസുമാണ് ഇക്കാര്യം പറഞ്ഞത്. കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി സുഗമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ദൈനംദിനം ഈ 2 ഉദ്യോഗസ്ഥരുമായും സ്പർജൻ കുമാറുമായും അതോടൊപ്പം തന്നെ തോംസൺ ജോസുമായൊക്കെ ADGP സംസാരിക്കാറുണ്ട്. ഇവർ ആ മേഖലയിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് ADGPക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. മാത്രമല്ല ഇവരുടെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് എഴുതുന്നതും ഈ ADGP MR അജിത് കുമാറാണ്. അത്തരമൊരു ഉദ്യോഗസ്ഥൻ ഈ നിലവിൽ നിൽക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? കാരണം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് ADGPക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അങ്ങനെ ADGPക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ ADGPക്കെതിരെയുള്ള അന്വേഷണത്തിന് ഞങ്ങൾ ഇന്ന് പോവുകയാണ് എന്ന നിലയിലൊക്കെ അത് റിപ്പോർട്ട് നൽകേണ്ടി വന്നാൽ അത് അന്വേഷണ സംഘത്തിൻ്റെ തന്നെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഒഴിവാക്കണം എന്ന കാര്യമാണ് ഇരുവരും ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ ADGP സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയാണ്. ഈ 2 ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് നൽകേണ്ടതില്ല എന്ന കാര്യം അത് DGPക്ക് റിപ്പോർട്ട് നൽകാം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് G. സ്പർജൻ കുമാർ. DIGയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് തോംസൺ ജോസിന് ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അക്കാര്യം വിശദമായി വ്യക്തമാക്കിയാണ് ADGP MR അജിത് കുമാർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയത്. ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ് കേരള പോലീസിൽ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ DGP തലത്തിലുള്ള അന്വേഷണം മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുകയാണ്. ഇനി പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു പരിശോധന നടത്തണമെങ്കിൽ അത് ഈ DGPയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം, അതായത് 1 മാസത്തിനകം ഈ റിപ്പോർട്ട് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം പരിശോധിക്കാം എന്ന നിലയിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ശരി, B. ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. അൻവറിന്റെ പരാതി, P. ശശിക്കെതിരായ പരാതി നിലവിൽ പാർട്ടിയുടെ മുന്നിലില്ല എന്നാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. MR അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം പാർട്ടി പ്രതികരിക്കേണ്ട ഘട്ടമുണ്ടെങ്കിൽ, ആവശ്യകതയുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നാണ് MV ഗോവിന്ദൻ CPIM വിശദീകരിക്കുന്നത്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, MR അജിത് കുമാറിന്റെയും P. ശശിയുടെയും കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട്, അതിനെക്കുറിച്ച് ഇപ്പോൾ B. ദിലീപ് കുമാർ വിശദീകരിക്കുകയായിരുന്നു. ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്, വലിയ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്, ഒരു പ്രതിഷേധ പരമ്പര തന്നെ തീർക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ CPIM ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്? മാധ്യമങ്ങൾക്ക് ആവോളം പഴിയുമുണ്ട് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന്. ഷഫീദ്. റജിത്ത്, ഇക്കാര്യത്തിൽ ഒരൊറ്റ കാര്യം മാത്രമാണ്. CPIM വരാനിരിക്കുന്ന പ്രതിസന്ധികളടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ രീതിയിലൊരു സമീപനം എടുത്തതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സമ്മേളനകാലമാണ്, സ്വാഭാവികമായും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകും, രാഷ്ട്രീയ വിവാദമായി അക്കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് പോയാൽ അത് പ്രതിപക്ഷത്തിന് തങ്ങളെ അടിക്കാൻ വെട്ടിവെച്ച് കൊടുക്കുന്നൊരു വടിയായി മാറും എന്നുള്ളൊരു ഭയം CPIMനെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരെയും തള്ളാതെയും ആരെയും കൊള്ളാതെയുമുള്ള CPIMന്റെ ഈ നിലപാട്. ഇതിൽ P. ശശിക്കെതിരെ പരാതി PV അൻവർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരാതികൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് പാർട്ടി അക്കാര്യം പരിശോധിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിൽ CPIM തീർക്കുന്നത് ഒരു പ്രതിരോധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഉന്നതതല സമിതിയുടെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ സമിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് അത് P. ശശി നടത്തിയെന്ന് കണ്ടെത്തിയാൽ അപ്പോൾ കർശന നടപടി, അതല്ലെങ്കിൽ അപ്പോൾ നടപടി എന്നുള്ള കാര്യം പരിശോധിക്കാം എന്നുള്ളൊരു തീരുമാനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതേസമയം PV അൻവറിന്റെ പ്രതികരണ രീതി അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ച രീതിയെ കുറച്ചെങ്കിലും, അതും പൂർണ്ണാർത്ഥത്തിലൊരു വിമർശനമാണ് നമുക്ക് കാണാൻ കഴിയില്ല, കുറച്ചെങ്കിലും വിമർശിച്ച ഒരു സമീപനം എടുക്കുന്നത്. അപ്പോഴും പാർട്ടിയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.